നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കേരളീയരെല്ലാവരും തന്നെ മൺചട്ടി ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലേ. നമ്മൾ മൺചട്ടിയിൽ പാകം ചെയ്യുന്ന കറികൾക്കോ അല്ലെങ്കിൽ എന്ത് തരം ഭക്ഷണമായാലും അതിനൊരു പ്രത്യേക രുചി തന്നെ ഉണ്ടാവും. എന്നാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന മൺചട്ടി മയക്കാതെ ഉപയോഗിച്ചാൽ അത് ഒന്നെങ്കിൽ പൊട്ടിപ്പോകും, അല്ലെങ്കിൽ കറികൾക്കൊക്കെ വേറൊരു രുചി ഉണ്ടാവും, ഒരു മണ്ണിൻ്റെ രുചിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ മൺചട്ടി എപ്പോഴും മയക്കിയെടുത്തായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഇന്ന് നമ്മൾ പെട്ടെന്ന് മൺചട്ടി എങ്ങനെ മയക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. അതിനായിട്ട് നമുക്കൊരു 3 ചിരട്ട എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു കർപ്പൂരം എടുത്ത് ചിരട്ട 3ഉം ചട്ടിക്കുള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്കൊന്ന് തീ കൊളുത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ തീ ഒന്ന് ചെറുതായിട്ട് പിടിച്ചതിന് ശേഷം ഈ ചട്ടി എടുത്ത് അടുപ്പിലേക്ക് വെച്ച് അടുപ്പിലെ തീ ഒന്ന് കത്തിച്ചു കൊടുക്കണം കേട്ടോ. പണ്ടൊക്കെ വിറകടുപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ മൺചട്ടികളൊക്കെ മയക്കിക്കൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് വിറകടുപ്പുകളൊക്കെ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക് ചിലപ്പം പ്രായോഗികമല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഗ്യാസിൽ തന്നെയാണ് ഇന്ന് മൺചട്ടി മയക്കിയെടുക്കുന്നത്. തീ പിടിച്ച് വരുമ്പോഴേക്കും നമ്മളിത് അടുപ്പിലേക്ക് ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഫ്ലെയിം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചിരട്ടയും കത്തി തുടങ്ങിയിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ ഉമി ഉപയോഗിച്ചിട്ട് ചട്ടി മയക്കുന്നത് കണ്ടിട്ടുണ്ട്. ചട്ടിക്കുള്ളിലേക്ക് ഉമിയിട്ട് തീ കത്തിക്കും. അതുപോലെ തന്നെ അടുപ്പിലായിരിക്കും ചട്ടി ഇരിക്കുന്നതും ഇതുപോലെ. നമുക്ക് ഇന്ന് ഉമിയൊന്നും ലഭ്യമല്ലാത്തതുകൊണ്ടാണ് ചിരട്ട ഉപയോഗിച്ച് ചെയ്യുന്നത്. ചിരട്ടയ്ക്കും നല്ല ചൂടുള്ള ഒരു വസ്തുവാണല്ലോ. അപ്പം ചിരട്ട കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചട്ടിക്ക് നല്ല ചൂട് കിട്ടും. അതുപോലെ നമ്മൾ അടുപ്പിലെ തീയുടെ ചൂട് ചട്ടിയുടെ പുറം ഭാഗത്തേക്കൊക്കെ ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെ തീ നന്നായി കത്തി ചിരട്ടയുടെ തീയൊക്കെ കെട്ടതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം കൂടെ ചട്ടിക്കുള്ളിലേക്ക് ഇങ്ങനെ വെക്കണം. ഇതൊന്ന് തണുത്തതിന് ശേഷമായിരിക്കണം നമ്മൾ ചട്ടി വൃത്തിയാക്കി എടുക്കേണ്ടത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചട്ടി മയക്കി എടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണിത്. ഈ രീതിയിൽ നമ്മൾ ചട്ടി മയക്കി എടുക്കുകയാണെങ്കിൽ ഒരുപാട് കാലം നമ്മുടെ ചട്ടി പൊട്ടാതിരിക്കാനായിട്ട് അത് സഹായിക്കും. അതുപോലെ ചട്ടിക്കുള്ളിലുള്ള മണ്ണിൻ്റെ ചൊവയൊന്നും ഉണ്ടാവുകയുമില്ല. ചിരട്ടയിലെ തീയൊക്കെ പോയി കനലിലെ തീയെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം. എപ്പോഴും നമ്മൾ ചട്ടി വൃത്തിയാക്കുന്ന സമയത്ത് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ കടലമാവിൻ്റെ പൊടിയോ ഉപയോഗിച്ച് വേണം വൃത്തിയാക്കാനായിട്ട്. ഒരിക്കലും ഡിഷ് വാഷ് ലിക്വിഡോ സോപ്പോ ഒന്നും ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊന്നും ഉപയോഗിക്കരുത് എന്നുള്ളത്. നമ്മുടെ ചട്ടിക്ക് നല്ല മയമുണ്ടാകാനും അതുപോലെ തന്നെ ചട്ടിയുടെ ഉൾഭാഗം ഒന്നും പോറലോ പൊട്ടലോ ഒന്നും ഉണ്ടാവാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റീൽ സ്ക്രബ്ബറൊന്നും ഉപയോഗിക്കാതെ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും സ്ക്രബ്ബർ ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നത്. കടലമാവ് ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ വാഷ് ചെയ്തെടുക്കാം. ചട്ടിയുടെ അകവും പുറവുമൊക്കെ നന്നായിട്ട് തന്നെ ഇതുപോലെ ഉരച്ച് കഴുകിയെടുക്കണം. നമ്മൾ ഈ ചിരട്ട കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകയും ചൂടും ഒക്കെ മൺചട്ടിയുടെ ചെറു സുഷിരങ്ങളിലേക്കൊക്കെ ഇറങ്ങിപ്പറ്റി അതിനെ നല്ല ഉറപ്പുള്ളതാക്കി മാറ്റും. പഴയ കാലത്ത് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പുതിയ മൺചട്ടികൾ കൂടുതൽ കാലം ഈട് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നാടൻ രീതിയാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ചട്ടി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂടുള്ള ചട്ടിയിലേക്ക് ഒരിക്കലും വെള്ളം ഒഴിക്കാൻ പാടില്ല. നമ്മൾ ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞിട്ടോ എപ്പോഴാണെങ്കിലും ഇതുപോലെ മയക്കുന്ന സമയത്തോ ഒക്കെ ചട്ടി നന്നായി തണുത്തതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഇതാ ചട്ടിയുടെ അകവും പുറവും ഒക്കെ നന്നായിട്ട് തന്നെ മയക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ നല്ല ചട്ടിയുടെ മുൻപുണ്ടായിരുന്ന കളറല്ല ഇപ്പോൾ. ചട്ടിയുടെ അകമൊക്കെ നന്നായിട്ട് കറുത്ത കളറിലായി വന്നിട്ടുണ്ട്. ശരിക്കും നോൺ സ്റ്റിക്ക് പോലെയാണ് ആയിരിക്കുന്നത് ഇപ്പോൾ. ഇനി നമുക്കൊരു നല്ല വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് ഇതൊന്ന് തുടച്ചെടുക്കണം. അതിനുശേഷം അടുപ്പിലേക്ക് തീ കത്തിച്ചിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ചട്ടി ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയം നമുക്കിതിലേക്ക് കുറച്ച് നല്ലെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ലെണ്ണയാണ് സാധാരണ ഇതുപോലെ ചട്ടി മയക്കുന്ന സമയത്ത് നമ്മൾ ചട്ടിയിലേക്കൊക്കെ തേച്ച് കൊടുക്കാറുള്ളത്. ഇരുമ്പ് ചട്ടിയാണെങ്കിലും അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഇരുമ്പ് ചട്ടി മയക്കുന്ന ഒരു വീഡിയോ മുൻപിട്ടിട്ടുണ്ടായിരുന്നു. അതിന് നല്ല റെസ്പോൺസാണ് കിട്ടിയത്. താല്പര്യമുള്ളവർ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കണേ. ചട്ടി ചൂടായി വരുന്ന സമയം നമ്മൾ ഈ എണ്ണ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചട്ടിയുടെ ഉൾഭാഗം മാത്രമല്ല പുറം ഭാഗത്തും എണ്ണ നല്ല പോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ ചട്ടി നല്ല നോൺ സ്റ്റിക്ക് പോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ചട്ടിയുടെ പുറം ഭാഗത്തും എണ്ണ നല്ലതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ ചട്ടി നല്ലപോലെ തന്നെ മയക്കി എടുത്തിട്ടുണ്ട്. ഇനി നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ഇതുപോലെ എണ്ണ പുരട്ടി കുറച്ച് സമയം വെയിലത്തേക്ക് കൂടി വെച്ചാൽ ചട്ടി നന്നായിട്ട് തന്നെ മയങ്ങി കിട്ടും. നമുക്ക് മീൻ കറിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭവങ്ങളോ ഒക്കെ തയ്യാറാക്കാനായിട്ട് പൂർണ്ണമായും ചട്ടി റെഡിയായി കിട്ടിയിട്ടുണ്ട്.
ഈ രീതിയിൽ ചട്ടി മയക്കുന്നതിൻ്റെ ഒരു പ്രധാന ഗുണം എന്ന് പറഞ്ഞാൽ ചട്ടിക്ക് എത്ര വർഷം കഴിഞ്ഞാലും കേട് വരാതെ ഇരിക്കും, പൊട്ടിപ്പോവുകയില്ല. അതുപോലെ തന്നെ ചട്ടിയിൽ നമ്മൾ ഏത് രീതിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കിയാലും വേറൊരു രുചി വ്യത്യാസവും ഉണ്ടാവില്ല എന്നതുമാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചട്ടി മയക്ക് നോക്കൂ. നമ്മുടെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാനും മറക്കരുതേ. ഇനി നമുക്ക് ചട്ടി മയക്കാനുള്ള രണ്ടാമത്തെ എളുപ്പവഴി ഒന്ന് കണ്ടു നോക്കാം. ഈ രീതിയിൽ ചട്ടി മയക്കിയാലും പെട്ടെന്ന് തന്നെ നമുക്ക് ചട്ടി മയക്കി എടുക്കാനും പറ്റും. അതുപോലെ തന്നെ മുൻപ് പറഞ്ഞ രീതിയിലുള്ള ചട്ടിയുടെ മണ്ണിൻ്റെ രുചിയോ ഒന്നും തന്നെ ഉണ്ടാവുകയുമില്ല. ആദ്യം നമ്മൾ കടലമാവും സോഫ്റ്റായിട്ടുള്ള സ്ക്രബ്ബറും ഉപയോഗിച്ച് ചട്ടിയുടെ അകവും പുറവും നല്ലപോലെ തന്നെ കഴുകിയെടുക്കണം. ഞാനിപ്പോൾ ഒഴിച്ച വെള്ളം കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി കടലമാവിട്ട് ഒന്നുകൂടി ഒന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കാം. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് പരമ്പരാഗതവും പാർശ്വഫലങ്ങളൊന്നുമില്ലാത്ത ഒരു രീതിയാണിത്. നമ്മളിപ്പോൾ ചെയ്യുന്ന രീതിയിൽ ചട്ടി മയക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി ഉണ്ടാക്കുന്ന സമയത്ത് മൺചട്ടിയുടെ ഒരു ചെറിയ കയ്പ്പ് രസം ഉണ്ടാവും, മണ്ണിൻ്റെയൊക്കെ ആ രസം ഒന്നും ഇറങ്ങാതെ നമ്മുടെ കറി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു രീതിയാണ്. ആദ്യമായിട്ട് നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ചട്ടിയിലെ അഴുക്കൊക്കെ നന്നായി തന്നെ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ചട്ടി വൃത്തിയുള്ള ഒരു തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കാം. തുടച്ചെടുത്ത ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുത്ത് ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് കൈകൊണ്ട് നല്ലപോലെ തന്നെ തേച്ച് പിടിപ്പിക്കാം. എല്ലാ ഭാഗത്തും നല്ലപോലെ എണ്ണ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം തീ ഒന്ന് കത്തിച്ച് അടുപ്പിലേക്ക് ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ. ചട്ടിയിൽ നിന്നും ചെറിയ രീതിയിൽ പുക വരുന്നത് വരെ ചട്ടി നന്നായി തന്നെ ചൂടായിക്കോട്ടെ. ഈ സമയത്ത് നമ്മൾ കൈകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബ്രഷോ ഒക്കെ ഉപയോഗിച്ച് എണ്ണ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. ചട്ടിയിൽ നിന്ന് നല്ലപോലെ തന്നെ പുക വരുന്ന സമയം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. തീ ഓഫ് ചെയ്തിട്ട് ചട്ടി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നല്ലപോലെ തന്നെ ചട്ടി തണുത്തതിന് ശേഷം അതിലുള്ള ബാലൻസ് കുറേ എണ്ണ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തുടച്ചെടുക്കാം. ഒരു തുണി ഉപയോഗിച്ചോ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചോ തുടച്ചെടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ചൂടായ ചട്ടിയിലേക്ക് കഞ്ഞിവെള്ളം ഒഴിക്കരുത്. ചട്ടി നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമേ കഞ്ഞിവെള്ളം ഒഴിക്കാവുള്ളൂ. ചട്ടി നിറച്ചും കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം തീ ഒന്നുകൂടി കത്തിച്ചു കൊടുക്കാം. കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നമ്മൾ ചട്ടി മയക്കുമ്പോൾ കഞ്ഞിവെള്ളത്തിലുള്ള അന്നജം അല്ലെങ്കിൽ സ്റ്റാർച്ച് ചട്ടിയിലുള്ള ചെറിയ ചെറിയ സുഷിരങ്ങളിലേക്കൊക്കെ ഇറങ്ങിച്ചെന്നിട്ട് അവയെ അടയ്ക്കുകയും ചട്ടിയെ കൂടുതൽ ഉറപ്പുള്ളതാക്കി മാറ്റുകയും ചെയ്യും. മാത്രമല്ല കഞ്ഞിവെള്ളത്തിൽ മുക്കി വെക്കുകയാണെങ്കിൽ മൺചട്ടിയുടെ കയ്പും മണവും ഒക്കെ മാറുകയും ചെയ്യും. കഞ്ഞിവെള്ളത്തിൽ മുക്കി വെക്കുന്നതിന് പകരമാണ് നമ്മൾ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചധികം സമയം ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഗ്യാസ് അടുപ്പിന് പകരം വിറകടുപ്പ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ 2-3 ദിവസം കഞ്ഞിവെള്ളത്തിൽ ഇതുപോലെ ചട്ടി ഒന്ന് മുക്കി വെച്ചാലും മതിയാകും. നല്ലപോലെ തിളച്ച് ഒന്ന് ചെറുതായിട്ട് വറ്റി കഴിയുമ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരു 5-6 മണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ചട്ടിയിലെ കഞ്ഞിവെള്ളം കളഞ്ഞ് നമുക്ക് കടലമാവ് ഉപയോഗിച്ചിട്ട് ചട്ടി നല്ലപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയെടുക്കാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചട്ടി കഴുകാനായിട്ട് സോപ്പോ ലിക്വിഡോ ഒന്നും ഉപയോഗിക്കരുത്. സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിക്കാതെ ഇതുപോലെ സോഫ്റ്റായിട്ടുള്ള സ്ക്രബ്ബർ ഉപയോഗിച്ച് വൃത്തിയായി തന്നെ കഴുകിയെടുക്കുക. ഇനി നമുക്ക് ചട്ടി ഒന്ന് അടുപ്പിലേക്ക് വെച്ച് ചെറിയ രീതിയിലൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായി വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിലെ വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് മുൻപ് ചെയ്തതുപോലെ തന്നെ നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഒഴിച്ച് എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ചട്ടി ചൂടായിരിക്കുമ്പോൾ തന്നെ ഇതുപോലെ നന്നായിട്ട് തന്നെ എണ്ണ തേച്ച് പിടിപ്പിക്കുക. അതിനായി ഇതുപോലെയുള്ള ബ്രഷോ അല്ലെങ്കിൽ സവാളയുടെ പകുതി മുറിയോ ഒക്കെ എടുത്ത് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ 2 ചട്ടിയും നന്നായി തന്നെ മയക്കി എടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ വെയിലുള്ള ഭാഗത്തേക്ക് ഈ എണ്ണ തേച്ച ചട്ടികൾ കൊണ്ടുവച്ച് 1-2 ദിവസം ഒന്ന് ചൂടാക്കി കൂടി എടുത്താൽ നമ്മുടെ ചട്ടി ഭക്ഷണം പാകം ചെയ്യാനായി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ചട്ടി മയക്കി എടുക്കുന്ന 2 രീതിയാണ് കാണിച്ചത്. ഗ്യാസ് ഉപയോഗിക്കാൻ മടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഗ്യാസൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ഇതേ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഗ്യാസ് കത്തിക്കാൻ മടിയുള്ളവർക്ക് മുൻപ് പറഞ്ഞതുപോലെ കഞ്ഞിവെള്ളത്തിൽ 2-3 ദിവസം മുക്കി വെച്ചതിന് ശേഷം ഇതുപോലെയൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുത്ത് എണ്ണ പുരട്ടിയും ചട്ടി മയക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. വളരെ ലളിതമായിട്ടുള്ള ഈ പരമ്പരാഗത രീതിയിൽ മയക്കിയെടുത്താൽ മൺചട്ടി വർഷങ്ങളോളം ഒരു കേടും കൂടാതെ ഈട് നിൽക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുതേ. അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. ടേക്ക് കെയർ. ബൈ.